ചെറുപയർ കൊണ്ട് ഇത്ര രുചിയിലുള്ള ഒരു ലഡുവോ ആരും ചോദിച്ചു പോകും. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് ചെറുപയർ ഒരു ബോളിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഒന്ന് മാറ്റി ആ വെള്ളം ഒന്ന് വാർന്നു കഴിഞ്ഞാൽ നേരെ തന്നെ ഒരു കടായിലേക്ക് മാറ്റി നന്നായിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. ഇതിന്റെ കളർ ലൈറ്റായിട്ട് മാറുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. ചൂട് ചെറുതായിട്ട് മാറിയിട്ട് നേരെ നമുക്ക് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി വേണ്ടത് മറ്റൊരു കടായിലേക്ക് ഒരു 150 ഗ്രാം അളവിൽ ശർക്കരയും അരക്കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് നല്ല രീതിക്ക് ശർക്കരയെല്ലാം ഒന്ന് അലിഞ്ഞൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നമുക്കൊന്ന് അരിച്ച് മാറ്റി വെക്കാം. ഇനി ഒരു കടായിലേക്ക് ഒരു അല്പം നെയ്യും കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ബദാം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് നമ്മുടെ പൊടിച്ചെടുത്ത ചെറുപയറും കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയും ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള സൈസിന് ഇത് ഉരുളകളാക്കി എടുക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെറുപയർ ലഡുവാണ് കേട്ടോ. ഉറപ്പായിട്ടും ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.